സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. കൊല്ലം ഓയൂർ സ്വദേശി അൻവർ ഷാക്കെതിരെയാണ് കേസെടുത്തത്. ക്ഷേത്രത്തിൽ പോകുന്നതിനെയും കുറി തൊടുന്നതിനെതിരെയും ഇയാൾ എതിർത്തിരുന്നു. മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയിൽ കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഇപ്പോൾ ഈ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനും ഈ അശ്ലീല ചുവയോടെ സംസാരിച്ചതിനുമൊക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ജനം TV-യുടെയാണ് ഈ കുട്ടിയും അമ്മയും ഈ കാര്യം പുറത്തു പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ യുവാവ് കുട്ടിയോട് മതം മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിനായി സത്യസരണിയിൽ പോകണമെന്നും 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നുമൊക്കെ കുട്ടിയോട് പറയുന്നു. നിരന്തരമായി ഈ കുട്ടിയെ ശല്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ കുട്ടിയുടെ സ്കൂൾ പഠനകാലത്ത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവാവ് വീണ്ടും പഴയ പരിചയം പുതുക്കുന്നത്. പിന്നീട് അത് പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടിയുമായി സംസാരിക്കുമ്പോഴൊക്കെ ഈ കാര്യം പറയുമായിരുന്നു. കാരണം ക്ഷേത്രത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ കുറി തൊടുന്നതോ ഒന്നും തനിക്കിഷ്ടമല്ല, അങ്ങനെയുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ പോലും വേണ്ട എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ആ കുട്ടിയിട്ട പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പിന്നീട് അത് ഭീഷണിയിലോട്ട് മാറി എന്നുള്ളതാണ്. ഓരോ തവണയും ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നിന്നെ ഞാൻ കൊണ്ടുപോകും, മതം മാറണം, അതിന് പണം കിട്ടുമെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി എന്നുള്ളതാണ് കുടുംബം. ഈ യുവാവിൻ്റെ ഭീഷണി നിരന്തരമായപ്പോഴാണ് കുട്ടി അമ്മയോട് കാര്യം തുറന്നു പറയുന്നത്. ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് മാനസികമായുള്ള പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് ഡിപ്രഷനിലോട്ട് പോവുകയും ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ഇത് അമ്മ കൃത്യമായും പറയുന്നുണ്ട്. പിന്നീടാണ് ഈ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും അമ്മ നിയമപരമായി മുന്നോട്ട് പോകുന്നതും. പോലീസ് ആദ്യഘട്ടത്തിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പിന്നീട് അത് ഉന്നത തലങ്ങളിലേക്ക് പോയി ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസമൊക്കെ മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടി മൊഴി നൽകിയതായാണ് വിവരം. ഈ മൊഴിയിൽ തന്നെ കൃത്യമായും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി തൃപ്തികരമല്ല എന്ന് അമ്മയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയും വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഓയൂർ സ്വദേശിയായിട്ടുള്ള അൻവർ ഷായ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ അൻവർ ഷാ എന്ന് പറയുന്ന യുവാവാണ് ഈ പെൺകുട്ടിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ അമ്മയെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവരെയും ഈ യുവാവ് ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ നിരന്തരമായുള്ള ഭീഷണി അതെല്ലാ കോണുകളിലും ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും നേരെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് എത്രയും വേഗം ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരു പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം ഭീതിയിലാണ്. കാരണം പരാതി നൽകിയതിന് ശേഷവും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയ ശേഷം ഇറങ്ങി, അതായത് ഒത്തുതീർപ്പ് നടത്തി ഇറങ്ങിയ ശേഷവും ഈ യുവാവ് ഭീഷണിപ്പെടുത്തിയതായാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്നതും ഈ കുടുംബം പറയുന്നുണ്ട്. കാരണം ഈ യുവാവിനെ സഹായിക്കാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കുട്ടിയോട് തന്നെ ഈ യുവാവ് പറഞ്ഞിരുന്നു. അതിൽ തന്നെ അമ്മയും ഈ കാര്യം പറഞ്ഞിരുന്നു. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു യുവാവിൻ്റെ പേരൊക്കെ ഈ അമ്മ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ പല ജില്ലകളിലും ഈ യുവാവിന് ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ മതം മാറ്റുവാനുള്ള എല്ലാ ശ്രമവും ഈ യുവാവ് നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത് ഈ കുടുംബത്തിനെയും കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് ഈ അമ്മ പറയുന്നത്. എന്തായാലും കുട്ടിയുടെ ഈ വിവരങ്ങൾ, അതായത് കുട്ടി നമ്മളോട് പങ്കുവച്ച വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമായും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കുട്ടിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ്, ആ അമ്മയ്ക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്നുള്ളതൊക്കെ. അത്തരത്തിൽ ഒരു കുടുംബത്തെ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക് വരണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ യുവാവ് മുന്നോട്ട് വെച്ചത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ യുവാവ് നടത്തി എന്നുള്ളതാണ്. ഈ കുട്ടിയെ നിർബന്ധിപ്പിച്ച് പലയിടങ്ങളിലും പോകുവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊന്നും കുട്ടി അതിന് വഴങ്ങിയില്ല. പിന്നീട് തൻ്റെ വിശ്വാസത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഈ കുട്ടിക്ക്
കുട്ടിക്കുണ്ടായി എന്നുള്ളതാണ്. അമ്മ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും കൂടെ പോകുവാൻ ഈ കുട്ടി തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് ഈ കുട്ടി ഇതൊക്കെ തിരിച്ചറിയുന്നത്. എന്തിനു വേണ്ടിയാണ് തന്നെ ഇയാൾ സമീപിക്കുന്നത് എന്നുള്ളത്. ആത്മാർത്ഥ പ്രണയമെന്ന് കരുതിയെടുത്ത് എന്താണ് ആ യുവാവിൻ്റെ ഉദ്ദേശമെന്ന് പിന്നീട് കുട്ടിക്ക് മനസ്സിലാകുന്നു. ഈ കുട്ടി അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അമ്മ ഞെട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ആ കുട്ടി തൻ്റെ ബുക്കിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വായിച്ച അമ്മ അത് കണ്ട് ഞെട്ടിപ്പോയി. അതിനുശേഷമാണ് ഈ വിവരമൊക്കെ തന്നെ പോലീസിന് കൈമാറുന്നത്. എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.